നമ്മൾ ഇന്നത്തെ JBH ഫ്ലൈയുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പോട് കൂടി അതെ ലിവിങ് കോസ്റ്റ് പോലും തിരിച്ചു തരുന്ന ഒരു രാജ്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഏതാണെന്നല്ലേ? അത് ഇറ്റലി തന്നെയാണ്. ഇറ്റലി എന്ന രാജ്യത്തിനെക്കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നു നമ്മെ ഡോക്ടർ ജോസഫിൻ്റെ ഒപ്പം. താങ്ക് യു. യെസ്, നമ്മൾ കുട്ടികളിൽ നിന്ന് ഒത്തിരി രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവരാണ് പലരും. ഞാൻ മനസ്സിലാക്കിയത് JBH ഫ്ലൈ ഒരു 10-15 രാജ്യങ്ങളിലേക്ക് നമ്മൾ 15-ലധികം രാജ്യങ്ങളിലേക്ക് വിസ ചെയ്യുന്നു. ഇറ്റലി വീണ്ടും കുട്ടികളുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് വരുന്നു. അത് സാറിന് ഇറ്റലിയെ കുറിച്ച് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് പറയും? ഇറ്റലി യൂറോപ്പിലെ തന്നെ ഏറ്റവും ഒരു പ്രബലമായിട്ടുള്ള രാജ്യമാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണ്, ഷെങ്കൻ സോണിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇക്കോണമി വെച്ച് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലത്തെ ഏറ്റവും വലിയ 4ാമത്തെ ഇക്കോണമിയാണ് ഈ പറയുന്ന ഇറ്റലിയുടെ ഇക്കോണമി. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10th പ്ലേസൊക്കെ ഇക്കോണമിയിൽ വരുന്നുണ്ട്. അപ്പോൾ വലിയ കമ്പനികൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു പക്ഷേ വത്തിക്കാൻ സിറ്റി അത് ഈ പറയുന്ന ഇറ്റലിക്കകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം ഒരു വലിയൊരു അവിടുത്തെ ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ പിസ്സ ടവർ ഈ കാര്യങ്ങളിൽ കൊണ്ട് മാത്രം തന്നെ അവിടേക്ക് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ ഫുഡ് വെറൈറ്റീസ്, വൈൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഇക്കോണമിയാണ് ഇറ്റലി. അപ്പോൾ അത് കാരണം ഇറ്റലിക്ക് കുട്ടികൾക്ക് വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് കുട്ടികൾ എത്തുന്നത്. അവിടെ വിസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പക്ഷേ ഈ ഇടത്തായിട്ട് വിസയുടെ ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റലിക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വിസകൾ കിട്ടാനുള്ള പോസിബിലിറ്റീസും ആയിട്ടുണ്ട്. വിസ കിട്ടാനുള്ള സാധ്യത കൂടിയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറച്ചൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് കുറച്ചും കൂടിയും ഓപ്പണപ്പായി സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സ്റ്റുഡൻസിന് എന്താണ് അട്രാക്ഷൻ? അതായത് ഇപ്പോൾ സ്റ്റുഡൻസ് അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ സ്കോളർഷിപ്പൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. എന്താണ് അപ്പോൾ അതിന് ഈ സ്കോളർഷിപ്പൊക്കെ ഇത്ര കൊടുക്കാൻ എങ്ങനെയാണ് ഈ രാജ്യത്തിന് പറ്റുന്നത്? അതോ അത് സ്കോളർഷിപ്പ് ശരിക്കുള്ളതാണോ? കുട്ടികൾക്ക് കിട്ടുമോ? യെസ്, സ്കോളർഷിപ്പ് ഗവൺമെൻറ് സ്കോളർഷിപ്പുകളാണ്. ഇറ്റലിയിൽ 3-4 ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പുകളുണ്ട്. മിക്കവാറും യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് മിലാനോ കൊടുക്കുന്നുണ്ട്, ബൊലോന കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇറാസ്മസ് മുണ്ടസ് അതിൻ്റെ സ്കോളർഷിപ്പുകളുണ്ട്. നമ്മൾ പക്ഷേ ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് സ്കോളർഷിപ്പുകൾ തന്നെയാണ്. ഗവൺമെൻറ് സ്കോളർഷിപ്പുകൾ ധാരാളം കൊടുക്കുന്നുണ്ട്. അവർ ട്യൂഷൻ ഫീസിലേക്കുള്ള പൈസയും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫീസിൻ്റെ പൈസയും കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ കുറച്ച് പൈസ സ്റ്റൈപ്പൻ്റായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് പൈസ ചിലവില്ലാതെ പഠിക്കാം, താമസിക്കാം. പിന്നെ അവിടുത്തെ ചിലവുകൾക്കായിട്ട് അവിടുത്തെ ഗവൺമെൻറ് കുട്ടികൾക്ക് പിന്നെയും പൈസ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പക്ഷേ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടാലൻറ്റ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഇറ്റലിയിലത്തെ പോപ്പുലേഷൻ ആക്ച്വലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ യങ്സ്റ്റേഴ്സ് അധികം ജോലിക്ക് അവൈലബിൾ അല്ല. ഇറ്റലിയിൽ ബേസിക്കലി ഒരു ടാലൻറ്റ് ഹണ്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്കും ധാരാളം യങ്സ്റ്റേഴ്സിനെ അവിടെ ആവശ്യമുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് അവിടെ വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പറയുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എല്ലാം കൊടുത്ത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ജോലിയും കിട്ടി സെറ്റിലാക്കണം എന്നാണ് ആ രാജ്യം ആഗ്രഹിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് ഈ അഡ്വാൻറ്റേജ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സ്കോളർഷിപ്പ് എന്ന് സാറ് വീണ്ടും പറഞ്ഞു, അതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. അതായത് നമുക്കിപ്പോൾ പല ടൈപ്പ് ഓഫ് സ്കോളർഷിപ്സ് ഉണ്ട്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ഫീസ് മാത്രമാണ് കിട്ടുന്നത്, പക്ഷേ ഇവിടെ ലിവിങ് കോസ്റ്റ് അടക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാകുമോ? അതോ എത്ര വരെ കിട്ടാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? യെസ്, ഏകദേശം ഒരു 15,000 യൂറോ, അതായത് ഒരു 15 ലക്ഷം രൂപ ആ ഒരു എമൗണ്ടാണ് സ്കോളർഷിപ്പായിട്ട് കുട്ടികൾക്ക് കിട്ടുന്നത്. അതിലൊരു 5 ലക്ഷത്തോളം രൂപ അവരുടെ കോളേജിൻ്റെ ഫീസായിട്ട് ഉള്ള ഫീസാണ്. ഏകദേശം ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപ അവരുടെ കോളേജിൻ്റെ ഹോസ്റ്റൽ ഫീസായിട്ട് പോകുന്ന പൈസയാണ്. ബാക്കിയുള്ളൊരു 5 ലക്ഷം രൂപയ്ക്കായിരിക്കും അവർക്ക് സ്റ്റൈപ്പൻ്റായിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പം സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് ഗവൺമെൻറ്റാണ് അനുവദിക്കുന്നത്. യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ്റായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഫീസ് നേരിട്ടിട്ട് ഈ ഗവൺമെൻറ്റിൽ നിന്ന് സ്കോളർഷിപ്പിൽ നിന്നാണ് യൂണിവേഴ്സിറ്റികൾക്ക് പോകുന്നത്. ഇനി ഈ കുട്ടികൾ കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫീസും ഈ ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് നേരിട്ടിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പൊക്കോളും. അപ്പോൾ ഹോസ്റ്റലും ട്യൂഷൻ ഫീസും ഈ കുട്ടികൾ ബോധറിൻ്റെ കാര്യങ്ങളില്ല. ഹോസ്റ്റലിലെ ഫീസ് 5 lakh കൊടുക്കുന്നു. അതിനുശേഷം ഒരു 5 ലക്ഷം രൂപ അടുത്ത ലിവിങ് എക്സ്പെൻസിൻ്റെ ഭാഗമായിട്ട് ആ പൈസ അവർക്ക് കൊടുക്കുന്നു. സോ ബേസിക്കലി ഒരു 15 ലക്ഷം രൂപ അഡ്വാൻറ്റേജ് ആണ് കുട്ടികൾക്ക് പെർ ഇയറിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പാർട്ട് ടൈമും പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഇൻകം വേറെ കിട്ടുമോ? ഉണ്ട്. പാർട്ട് ടൈം ഓൾവേസ് ലൈക്ക് ഒരു 20 hours ആണ് അവർക്ക് പെർ വീക്കിൽ അവർക്ക് വർക്ക് ചെയ്യാവുന്ന സമയം. 80 മണിക്കൂർ പെർ മന്തിൽ അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്.
ഇറ്റലിയിൽ ഏകദേശം ഒരു €10 അടുത്ത് അവർക്ക് മിനിമം വേജസ് ഉണ്ട്. അപ്പം അവർക്ക് ഇത്രയും ഈ കിട്ടുന്ന പൈസയെ കൂടാതെ അവർക്ക് അഡീഷണൽ ആയിട്ട് പാർട്ട് ടൈം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഫീസിൽ കംപ്ലീറ്റ് സ്കോളർഷിപ്പ് തരുന്നു, അതുപോലെ തന്നെ ലിവിങ് കോസ്റ്റും റീഇംബേഴ്സ് ചെയ്യുന്നു, അതിന് പുറമെ പാർട്ട് ടൈമിൽ കിട്ടുന്ന ഇൻകം സേവിങ് ആയിട്ട് വരുന്നു. അപ്പോൾ ഇതൊരു എന്താ പറയുക, അത് ഇന്ത്യൻ സ്റ്റുഡൻസിന് എല്ലാ സ്റ്റുഡൻസിനും ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നു. അത് എല്ലാ സ്റ്റുഡൻസിനും അപ്ലിക്കബിൾ ആണ്. എല്ലാ രാജ്യങ്ങൾക്കും ഇത് അവൈലബിൾ ആണെങ്കിൽ കൂടി ഇന്ത്യക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. ഇക്കണോമിക്കലി ലൈക്ക് ഒരു പക്ഷേ അത്ര ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കാറ്റഗറിയിൽ ഇന്ത്യ വരാത്തത് കൊണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ സ്കോളർഷിപ്പ് കിട്ടുന്നു, കുട്ടികൾ അവിടെ ചെല്ലുന്നു എന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇത് എപ്പോൾ അപ്ലൈ ചെയ്യണം? കുട്ടികൾക്ക് എപ്പോഴാണ് ഇതിൻ്റെ ഇൻടേക്ക് വരിക? അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ ഫോർമാലിറ്റി? ഇതിങ്ങനെ വെറുതെ എന്തായാലും ഒരു രാജ്യം നമുക്ക് തരില്ല, ഇതിൻ്റെതായ ഒരു പ്രോസസ്സിങ് ഉണ്ടായിരിക്കാൻ വേണ്ടി. അതൊക്കെ എപ്പോഴാണ് തുടങ്ങേണ്ടത്? അതിനെക്കുറിച്ച് സാറിന്. ഇത് ബേസിക്കലി ഇൻടേക്ക് സെപ്റ്റംബറിലാണ് നടക്കുന്നത്. ഫെബ്രുവരിയിൽ ഇൻടേക്ക് ഉണ്ട്. ഫെബ്രുവരി ഇൻടേക്ക് പക്ഷേ ഇറ്റാലിയൻ ലാംഗ്വേജിലാണ്, അത് നമ്മൾ ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് ടോട്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്കാണ് നമ്മൾ കുട്ടികൾ പറഞ്ഞു വിടുന്നത്. അത് സെപ്റ്റംബറിലാണ്. നമുക്ക് സാധാരണ നിലയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ വിസ കിട്ടുമെങ്കിലും നമ്മൾ ക്ലാസ് സ്റ്റാർട്ടിൻ്റെ ഒരു 3 മാസം മുമ്പെങ്കിലും വിസ വെക്കണം എന്നുള്ളതാണ് അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം. നമുക്കിനി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അതും ഒരു ഗവൺമെൻറ് ബോഡിയാണ് കൊടുക്കുന്നത്. മാർച്ച് ഫസ്റ്റ് വീക്കിൽ നമ്മൾ സ്കോളർഷിപ്പിന് വെച്ച് കഴിയുമ്പോഴാണ് നമുക്കൊരു ഏകദേശം മെയ്യോട് കൂടിയിട്ടാണ് സ്കോളർഷിപ്പിന് അലോട്ട്മെൻറ്റ് ആവുന്നത്. ഇമ്മീഡിയറ്റ്ലി വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാസത്തിൽ വിസ കിട്ടി നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ഈ മാർച്ചിൽ നമ്മൾ സ്കോളർഷിപ്പിന് വെക്കുന്നതിന് മുമ്പായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫറും അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻസും എല്ലാം കഴിഞ്ഞാൽ റെഡി ആയിട്ടിരിക്കണം. ഒരു പക്ഷേ ഏറ്റവും നേരത്തെ തുടങ്ങുന്ന കുട്ടികൾക്കാണ് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി ഇപ്പോൾ കുട്ടികൾ ലേറ്റായിട്ട് തുടങ്ങുന്ന കുട്ടികളാണെങ്കിൽ കൂടി അവർക്ക് സ്കോളർഷിപ്പിന് മാർച്ചിന് മുമ്പ് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. ഇൻ കേസ് അവർ ലേറ്റായിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മാർച്ചിന് മുമ്പായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പിന് ബുദ്ധിമുട്ടുണ്ടാവും. അഡ്മിഷൻ കേസിൽ വേറെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് സംഭവിക്കാൻ വഴിയില്ല. ഓക്കെ, അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഡെഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മാർച്ചിന് മുന്നേ തന്നെ സ്കോളർഷിപ്പിനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവർക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ JB Edufly ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്, കുട്ടികളായിട്ട് എന്തെങ്കിലും കണ്ടെത്തേണ്ട ആവശ്യം? അതെ, ഇതെല്ലാം JB Edufly ആണ് സ്കോളർഷിപ്പിൻ്റെ പരിപൂർണ്ണമായിട്ട് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഈ വർഷം കുട്ടികളുടെ ബാങ്ക് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ ഡോക്യുമെൻറ്റ്സുകളൊക്കെ Eduflyയുടെ ഓഫീസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സമയത്ത് അവർ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ Edufly തന്നെയായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ മുതൽ സ്കോളർഷിപ്പിനുള്ള എല്ലാ ഡോക്യുമെൻറ്റ് സൈഡും JB Eduflyയുടെ ഗൈഡൻസോട് കൂടി ചെയ്ത് കുട്ടികൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഇൻകം ഉണ്ടാക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ഇറ്റലിയിൽ എത്തിപ്പെടാമെന്നാണ് സാർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനിപ്പോൾ ഇത് നമ്മളവിടെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത് സാർ പറഞ്ഞു. അപ്പോൾ IELTS മാൻഡേറ്ററി ആണോ? അത് IELTS ഉണ്ടായാൽ ഗുണമുണ്ടോ? IELTS യൂണിവേഴ്സിറ്റികൾക്ക് അത്ര നിർബന്ധമായിട്ട് പറയാറില്ല. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ വിസ സബ്മിഷൻ്റെ സമയത്ത് നമ്മൾ കോൺസുലേറ്റിലൊക്കെ നേരിട്ട് പോയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ സമയത്ത് മിക്കവാറും നിർബന്ധമായിട്ട് തന്നെ അവർ IELTS ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഇറ്റലിയിൽ പോയി പഠിക്കാനാണ് ആവശ്യമുള്ളതെങ്കിൽ IELTS അത്ര നമ്മൾ പറയാറില്ല. പക്ഷേ സ്കോളർഷിപ്പോട് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ IELTS എടുക്കുന്നതാണ് അഭികാമ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളായിരിക്കും കുട്ടികൾ ചൂസ് ചെയ്യേണ്ടി വരിക? അവിടുത്തെ ഏറ്റവും നല്ല പ്രോഗ്രാം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പോകണമെന്നൊരു ആഗ്രഹം ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അപ്പോൾ നമുക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഏതാണ് നല്ല പ്രോഗ്രാമുകൾ സാറിന് സജസ്റ്റ് ചെയ്യണം? ഇറ്റലിയിലത്തെ പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പം ഹെൽത്ത് കെയർ സെഗ്മെൻറ്റ് വളരെ ബൂമിംഗ് ആയിട്ടുള്ള സെഗ്മെൻറ്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടൂറിസം അതൊരു വളരെ ബൂമിംഗ് ആയിട്ടുള്ള സെഗ്മെൻറ്റാണ്. പിന്നെ IT സെഗ്മെൻറ്റുകൾ, ടീച്ചിങ് സെഗ്മെൻറ്റുകൾ, ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ജോലി സാധ്യതകളുള്ള കോഴ്സുകളാണ്. ഇനി നമ്മൾ ഇറ്റലി നേരത്തെ പറഞ്ഞ പോലെ ടാലൻറ്റ് ഹണ്ടിൻ്റെ ഭാഗം കൂടിയായിട്ട് നടത്തുന്നതായിട്ടുള്ള കാരണം ഈ STEM പ്രോഗ്രാമിൽ വരുന്ന, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിങ്, മാത്സ്, ഇതിൽ വരുന്ന എല്ലാ സെഗ്മെൻറ്റിനും ഇറ്റലിയിൽ നല്ല റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇറ്റലിയിലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ വലിയ റാങ്കുള്ള യൂണിവേഴ്സിറ്റികളാണ്. വേൾഡ് റാങ്കിങ്ങിൽ 1000 എന്നുള്ള റാങ്കിന് താഴെ കിടക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. നമ്മൾ ചെയ്യുന്ന പൊളിമി യൂണിവേഴ്സിറ്റിക്ക് ഒരു പക്ഷേ 100-120 റാങ്കിലൊക്കെ വരുന്ന വലിയ യൂണിവേഴ്സിറ്റികളാണ്. അപ്പം കുട്ടികളുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് വളരെ ഹൈ ആയിരിക്കും. കുട്ടികൾക്ക് കിട്ടുന്ന കോഴ്സുകളും നല്ല കോഴ്സുകളായിരിക്കും. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചെങ്കിൽ ഒരു പക്ഷേ ക്ലിനിക്കൽ കോഴ്സുകൾക്ക് ഇംഗ്ലീഷ് ടോട്ടൽ അവർ ചെയ്യുന്നില്ല.
എസ്പെഷ്യലി നേഴ്സിംഗ് പോലത്തെ കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ക്ലിനിക്കൽ കോഴ്സാണ്, ഇറ്റാലിയൻ ലാംഗ്വേജ് അതിൽ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ പറയുന്ന ഫിസിയോതെറാപ്പി പോലത്തെ കോഴ്സുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫാർമസി പോലത്തെ കോഴ്സുകൾ, ഇങ്ങനത്തെ കോഴ്സുകൾക്ക് റിലേറ്റീവ്ലി ചാൻസസ് കുറവാണ് ഇംഗ്ലീഷ് ടോട്ടൽ അഡ്മിഷൻ കിട്ടാനായിട്ട്. ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ സയൻസ് സ്ട്രീമുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മാനേജ്മെൻറ്റ് സ്ട്രീമുകൾ, എഞ്ചിനീയറിംഗ് സ്ട്രീമുകൾ, ഇതിലൊക്കെ ധാരാളം അവസരങ്ങളുണ്ട്. ഈ യൂണിവേഴ്സിറ്റി ഓഫ് പിസ പോലത്തെ യൂണിവേഴ്സിറ്റികൾ, യൂണിവേഴ്സിറ്റി ഓഫ് മിലാനോ, യൂണിവേഴ്സിറ്റി ഓഫ് ബൊലേനോ പോലത്തെ വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്.